സംഘർഷാവസ്ഥയുണ്ട്. നിലമ്പൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. രണ്ട് കൂട്ടരുടെയും പ്രവർത്തകർ ഒരേ ഇടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDF UDF സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ അത് ഒരേ സമയം നിലമ്പൂർ നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആര്യാടൻ ഷൗക്കത്ത് റോഡ് ഷോയായി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് എത്തുമ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്വീകരണം അതൊരു റോഡ് ഷോ ആയി മാറുകയായിരുന്നു. CPIM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. അതും ഒരു റോഡ് ഷോ എന്ന തരത്തിലേക്കായി മാറി. അങ്ങനെ രണ്ട് കൂട്ടരുടെയും LDF UDF സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ അത് ഒരേ സമയം ഒരേ ഇടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെ ഒരു ചെറിയ തോതിലൊരു സംഘർഷമുണ്ടായി എന്നുള്ളതാണ്. ഈ റോഡ് ഷോ പുരോഗമിക്കുന്നുണ്ട്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അല്പസമയത്തിനകം നടക്കും. മുതിർന്ന നേതാക്കൾ മുഴുവൻ പേരും ആര്യാടൻ ഷൗക്കത്തിനൊപ്പമുണ്ട്. വൈകാരികമായൊരു പ്രചാരണ കാലയളവാണ് തനിക്കിത് എന്നതാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി ഉണ്ട്. ഷഹദ്, എന്താണ് ഈ പ്രവർത്തകർ രണ്ടു കൂട്ടരുടെയും പ്രവർത്തകർ ഒരേ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു, അവിടെ ഒരു ചെറിയ സംഘർഷം ഉണ്ടായി എന്നാണോ? അതായത് UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. അതേസമയത്ത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതായത് സ്വരാജിന് സ്വീകരണവുമായിട്ട് LDF പ്രവർത്തകർ അതായത് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വരികയുമായിരുന്നു. അതിനിടയിലാണ് ഇരു കൂട്ടരും ഇത്തരത്തിൽ നിലമ്പൂർ ടൗണിൽ കണ്ടുമുട്ടുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിക്കുന്നു. പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതായത് പ്രവർത്തകർ മുതിർന്ന നേതാക്കൾ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അതായത് UDFന്റെ പ്രവർത്തകരും ഒപ്പം തന്നെ LDFന്റെ പ്രവർത്തകരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീറും വാശിയോടുകൂടി മുദ്രാവാക്യം വിളിച്ചു. പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ കൃത്യസമയത്ത് പോലീസ് ഇടപെട്ടു. ഇപ്പോൾ നിലവിൽ ഈ പോലീസ് ഇവരെ പരമാവധി അതായത് ഇവിടെ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയ ആളുകളെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും ഈ കോൺഗ്രസിന്റെ ജാഥ പോകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ റോഡ് ഷോയുമായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിൽ അവരെയും പിന്തിരിപ്പിച്ച് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് LDF പ്രവർത്തകർ നിലമ്പൂർ ടൗണിൽ കിടന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നതുമാണ്. കാരണം UDF പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഇടപെട്ട് ഒപ്പം തന്നെ അവരുടെ ജാഥയും പോയിട്ടുണ്ട്. നിലമ്പൂർ അങ്ങാടിയിലാണ്, അതായത് നിലമ്പൂരിന്റെ പ്രധാന ടൗണിലാണ് UDFും LDFും ഇത്തരത്തിൽ നേർക്കുനേർ വരികയും ഈ പരസ്പരം ഇരുകൂട്ടരും തമ്മിൽ മുദ്രാവാക്യം വിളിക്കുകയും പിന്നീട് അത് ചെറിയ രീതിയിലേക്കുള്ള കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തത്. കൃത്യസമയത്ത് പോലീസ് ഇടപെട്ടു. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ അത് UDFന്റെയും LDFന്റെയും മുതിർന്ന നേതാക്കൾ ഇടപെട്ട ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ്. കാരണം പോലീസ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായിട്ടാണ് ഇരു മുന്നണികളും ഒരുമിച്ച് ഇത്തരത്തിൽ കൊട്ടിക്കലാശത്തിന് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ നിലമ്പൂർ ടൗണിലേക്ക് വന്നു ചേരുന്നത്. പക്ഷേ നിലവിൽ പോലീസ് ഇത്തരത്തിൽ ഈ ജാഥയെ അനുഗമിക്കുന്ന പോലീസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നാമമാത്രമായിട്ടുള്ള പോലീസ്. പക്ഷേ പെട്ടെന്നാണ് ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാവുകയും മുദ്രാവാക്യം വിളിയുമായി ബന്ധപ്പെട്ട് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ UDF പ്രവർത്തകരെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് ജാഥയായിട്ട് അത് റോഡ് ഷോ ആയിട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം എന്തായാലും റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ഇപ്പോൾ നിലമ്പൂർ ടൗണിൽ ഇപ്പോൾ LDF പ്രവർത്തകരാണുള്ളത്. നമുക്ക് വിദൂരങ്ങളിലായിട്ട് UDF പ്രവർത്തകരെയും കാണാൻ സാധിക്കും. അവർ ഇപ്പോൾ ജാഥയായിട്ട് അല്ലെങ്കിൽ റോഡ് ഷോയുമായിട്ട് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥി M സ്വരാജ് ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലമ്പൂർ ടൗണിലാണ് ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടക്കുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കയറി കഴിഞ്ഞു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും മഴയായിരുന്നു. കാര്യമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് മഴ പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നു. നിലമ്പൂർ അതിന്റെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കയറുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇതാ ഇപ്പോഴും അതായത് ഇപ്പോൾ
ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ, അതായത് കോൺഗ്രസിലെ ഏതാനും ചില പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു, അവരെ ഇടപെട്ട നേതാക്കൾ ഇപ്പോൾ മാറ്റുകയാണ് ഇവിടുന്ന് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് LDF പ്രവർത്തകർ മാത്രമാണ് ഉള്ളത്, മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ പത്രികാ സമർപ്പണത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ നഗരത്തിൽ നിന്നുള്ള, അതായത് നിലമ്പൂരിന്റെ ഹൃദയഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ നിൽക്കുന്നതിന്റെ വലതുഭാഗത്താണ് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉള്ളത്. അവിടേക്കാണ് M സ്വരാജും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും പോയിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ്, അതായത് ഏതാനും ചില പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു, ഘട്ടത്തിലാണ് ഇത്തരത്തിൽ UDF-ന്റെ ജാഥ ഇതുവഴി വരികയും പിന്നീട് അത് മുദ്രാവാക്യം വിളിച്ചു. ഒരു ഭാഗത്ത് LDF പ്രവർത്തകർ സ്പീക്കറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും M സ്വരാജിന്റെയും മുൻകാലങ്ങളിലെ പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകളും ഉച്ചത്തിൽ കേൾപ്പിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ LDF പ്രവർത്തകർ മുദ്രാവാക്യം ഉറക്കെ വിളിക്കുന്നു, തൊട്ടുപിറകെ UDF പ്രവർത്തകരും തൊട്ടുപിറകെ വിളിക്കുന്നു. അങ്ങനെ മുദ്രാവാക്യം വിളികളാണ് ഏറ്റവും ഒടുവിൽ കയ്യാങ്കളിയിൽ കലാശിച്ചത്. പിന്നീട് പോലീസ് ഇടപെട്ടും മുതിർന്ന നേതാക്കൾ ഇടപെട്ടും ഇപ്പോൾ പ്രവർത്തകരെ ഒക്കെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. അനുജ, നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ ശാന്തമാണ്. നിലമ്പൂർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുകയാണ്. ശരി, സാധാരണഗതിയിൽ കൊട്ടിക്കലാശത്തിനാണ് നമ്മൾ എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ ഒരേ ഇടത്ത് വന്ന് നിൽക്കുന്നത് കാണുന്നത്. പക്ഷെ അപ്പോഴുമൊക്കെ സമാധാനപരമായാണ് കാര്യങ്ങൾ കലാശിക്കാറ്. എന്നാൽ ഇന്ന് സാധാരണ നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ നിലമ്പൂരിൽ കണ്ടത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ആര്യാടൻ ഷൗക്കത്തും പ്രവർത്തകരും എത്തുന്നു. റോഡ് ഷോയായി എത്തുകയാണ്. മറുവശത്ത് M സ്വരാജും അദ്ദേഹത്തിന്റെ പ്രവർത്തകരുമൊക്കെ എത്തിച്ചേരുന്നു. നിലമ്പൂർ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് അവർ എത്തിയത്. ഒരേ ഇടത്ത് രണ്ട് കൂട്ടരും സംഗമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ചെറിയ തോതിൽ മുദ്രാവാക്യം വിളി ഉയരുകയാണ്. M സ്വരാജിന്റെ പ്രസംഗത്തിന്റെ ചില ക്ലിപ്പിങ്ങുകളൊക്കെ റോഡ് ഷോയിൽ കേൾപ്പിച്ചിരുന്നു. അപ്പോൾ രണ്ടു കൂട്ടരും പരസ്പരം മുദ്രാവാക്യം മുഴക്കി ചെറിയ തോതിൽ ഒരു കയ്യാങ്കളി ഉണ്ടായി. ഇപ്പോൾ പോലീസിന്റെ സമയോചിത ഇടപെടൽ കൂടാതെ മുതിർന്ന നേതാക്കളെത്തി പ്രവർത്തകരെ അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കുകയായിരുന്നു. UDF പ്രവർത്തകർ അവർ താലൂക്ക് ഓഫീസിലേക്ക് പോയിട്ടുണ്ട് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി. M സ്വരാജ് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലും എത്തിച്ചേർന്നു.